നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സാധാരണ യാത്രയല്ല കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ളൊരു യാത്രയാണ്. റെഡിയാണോ? വാ, നമുക്ക് തുടങ്ങാം. കണ്ടില്ലേ, വെറും നിശ്ശബ്ദത. ഈ ഒരു ശബ്ദം മാത്രം. ഇവിടുന്നാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത്. എന്തായിരിക്കും ഈ നിശ്ശബ്ദതയ്ക്ക് പിന്നിൽ? ഒരു കലാസൃഷ്ടിയുടെ ഉള്ളിലേക്ക് നമ്മളെ വലിച്ചെടുപ്പിക്കുന്ന ഈ ഒരു ഫീൽ എന്തായിരിക്കും ഇത്? ഇതൊരു അനുഭവമാണ്. അതായത് കണ്ണുകൊണ്ട് കാണാനുള്ള ഒന്നല്ല, മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാനുള്ളതാണ്. ഒരു കലാസൃഷ്ടി എന്നുള്ളതിനേക്കാളും അനുഭവിക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരിടം. അപ്പോ ഈ അനുഭവത്തിന്റെ ഏറ്റവും കോറിലേക്ക്, അതിന്റെ ഹൃദയഭാഗത്തേക്കുള്ള പ്രവേശന കവാടം, അതാണ് ഈ ഗർഭപാത്ര ടണൽ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് ഈ യാത്രയുടെ അടിസ്ഥാനം. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കിക്കേ. പുറം ലോകത്തിന്റെ ആ എല്ലാ ബഹളങ്ങളും ശബ്ദങ്ങളുമൊക്കെ വിട്ട് നിങ്ങൾ ആ ടണലിന്റെ ഉള്ളിലേക്ക് പതുക്കെ കടക്കുകയാണ്. പുറത്തെ ആ കോലാഹലമെല്ലാം മെല്ലെ മെല്ലെ ഇല്ലാതാവുന്നു. ഉള്ളിൽ ശാന്തത മാത്രം. സൗണ്ടിൽ നിന്ന് കംപ്ലീറ്റ് സൈലൻസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോ ആ ശാന്തമായ ഇടത്തേക്ക് ചെന്ന് കയറുമ്പോ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് ഒരു മെസ്സേജാണ്. എന്തായിരിക്കും ആ മെസ്സേജ്, അല്ലേ? ഇതാണ് ആ മെസ്സേജ്. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ലാതിരുന്ന, സ്നേഹം മാത്രം ശ്വസിച്ചിരുന്ന ഒരിടത്തേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ ആരും മിണ്ടാറില്ല. എന്തൊരാഴമുള്ള വാക്കുകളാണ് നോക്കൂ. നിങ്ങൾ തനിച്ചല്ലാതിരുന്ന ഒരിടം, സ്നേഹം മാത്രം ശ്വസിച്ചൊരിടം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്താ? നമ്മുടെയൊക്കെ ആദ്യത്തെ ഏറ്റവും പ്യുവറായ ആ ബന്ധത്തെക്കുറിച്ചല്ലേ? വാക്കുകളൊന്നും ആവശ്യമില്ലാത്ത നിശ്ശബ്ദതയുടെ ആ സ്നേഹം. എന്നാൽ ഈയൊരു അനുഭവം വെറുതെ ഒരു ഫീല് തരാൻ മാത്രമുള്ള ഒന്നല്ല. ഇതിന് പിന്നില് ആഴത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കാൻ. അപ്പോ എന്താണ് ഈ യാത്രയുടെ ശരിക്കുള്ള ലക്ഷ്യം? വെറുമൊരു ആർട്ട് ഇൻസ്റ്റലേഷൻ അപ്പുറം എന്താണ് ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഓക്കെ, ഈ യാത്രക്ക് 2 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് ആദ്യ ചരട്, രണ്ടാമത്തത് ആത്മാചിന്ത. വാ, നമുക്ക് ഓരോന്നായി നോക്കാം. ഈ ആദ്യ ചരട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ എല്ലാവരുടെയും, എല്ലാ മനുഷ്യബന്ധങ്ങളുടെയും ഉറവിടം ആ ഗർഭപാത്രം ആണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. എല്ലാം തുടങ്ങിയത് അവിടുന്നല്ലേ, ആ ഒരേ ഒരു കണക്ഷനിൽ നിന്ന്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി സീരിയസ് ആയ, ഒരുപക്ഷെ നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു റിയാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തനിച്ചാണ് നീ വന്നത്, തനിച്ചാണ് നീ മടങ്ങേണ്ടതും. ഇതാണ് ആത്മചിന്ത. ആ ടണലിന്റെ ഉള്ളിലെ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതയാത്രയിലെ തന്നെ ആ ഒറ്റപ്പെടലിനെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടില്ലേ? ഒരു വശത്ത് ഏറ്റവും സേഫായ ഒരു ബന്ധത്തിന്റെ ഓർമ്മ, മറുവശത്ത് ഹേയ് നീ ഒറ്റയ്ക്കാണ് എന്ന സത്യം. ഈ 2 എക്സ്ട്രീമുകൾക്കിടയിലാണ് ഈ അനുഭവം നമ്മളെ കൊണ്ടു നിർത്തുന്നത്. അങ്ങനെ ഈ ചെറിയ യാത്ര ഒന്ന് നോക്കിയാൽ നമ്മളെ ബന്ധങ്ങളുടെ തുടക്കത്തിലേക്കും കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒറ്റപ്പെടലിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോ എന്താണ് ഈ യാത്ര? ശരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലേ? നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ആ ആദ്യത്തെ ഏറ്റവും പവിത്രമായ ഉറവിടം, അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഈ തിരക്കിട്ട ലോകത്ത് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യം, അത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. പക്ഷേ ഈ ഗർഭപാത്ര ടണലിലൂടെയുള്ള യാത്ര ഇവിടെ തീരുന്നില്ല കേട്ടോ. അടുത്ത സ്റ്റേജിനെക്കുറിച്ച് ഒരു ഹിന്റ് മാത്രം തന്നിട്ടാണ് ഇത് നിർത്തുന്നത്. ഇനി ജീവന്റെ ഉദയത്തിലേക്ക്. എന്തായിരിക്കും ഈ യാത്രയുടെ അടുത്ത ഘട്ടം?